വിവാദങ്ങൾ കനക്കുമ്പോഴായിരുന്നു പുതിയ പാർട്ടി രൂപീകരണ പ്രഖ്യാപനവുമായി പി.വി. അൻവർ എം.എൽ.എ രംഗത്ത് വരുന്നത്. ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുമായിരുന്നു അൻവർ അന്ന് പറഞ്ഞത്. പുതുതായി രൂപീകരിക്കുന്ന യുവാക്കൾ അടക്കമുള്ള പുതിയ ടീം വരുമെന്നും പി.വി. അൻവർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും മതേതര നിലപാടിൽ ഊന്നി ദളിത് പിന്നോക്കക്കാരെയും കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടിയെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഹിന്ദുവായ ഒരാൾ പാർട്ടി വിട്ടാൽ സംഘി, മുസ്ലിം പാർട്ടി വിട്ടാൽ ജമാഅത്തെ ഇസ്ലാമി, ക്രിസംഘി ഇതൊക്കെ CPM ഉണ്ടാക്കിയതാണെന്നും പി.വി. അൻവർ മുൻപ് വിമർശനം ഉന്നയിച്ചിരുന്നു. ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് പി.വി. അൻവറിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായത്. പരിപൂർണ മതേതര സ്വഭാവമുള്ള പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. കൂടാതെ തന്റെ ഇപ്പോഴത്തെ പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പി.വി. അൻവർ എം.എൽ.എ ശക്തമായി തന്നെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയ പാർട്ടിയല്ലാതെ സാമൂഹ്യ സംഘടനകൾ കൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം നേരത്തെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അൻവർ എം.എൽ.എ തന്നെ രംഗത്ത് വരികയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ വിരാമം ഇട്ടുകൊണ്ട് CPMുമായുള്ള ബന്ധം അവസാനിപ്പിച്ച പി.വി. അൻവർ രൂപീകരിക്കുന്ന പാർട്ടി DMK മുന്നണിയുടെ ഭാഗമായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണി പ്രവേശന നീക്കം അൻവർ തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ചെന്നൈയിലെത്തി അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പി.വി. അൻവറിന്റെ അനുയായികൾ സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. ഇതും അൻവറിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന സൂചനകൾ വ്യക്തമാക്കുന്നതാണ്. അൻവറിന്റെ ലക്ഷ്യം ഇന്ത്യ മുന്നണിയാണെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. അണിയറ നീക്കങ്ങൾ ഇതിനോടകം സജീവമാക്കിയിരിക്കുകയാണ് പി.വി. അൻവർ. അതേസമയം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന പി.വി. അൻവർ എം.എൽ.എയുടെ പിറകെ പോകേണ്ടതില്ല എന്നാണ് CPM സംസ്ഥാന സമിതിയുടെ തീരുമാനം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടന്നു വരികയാണ്. അൻവറിന്റെ ശ്രമം മുസ്ലിം കേന്ദ്രീകരണത്തിലാണ്. മുസ്ലിം കേന്ദ്രീകരണം ആഗ്രഹിക്കുന്നവർ അൻവറിനെ വിലക്കെടുത്തു എന്നും CPM സംസ്ഥാന സമിതി വിലയിരുത്തിയിരുന്നു. അൻവറിനെതിരെ കടുത്ത വിമർശനമാണ് CPM സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. നിയമസഭയിൽ പി.വി. അൻവർ എം.എൽ.എയുടെ സ്ഥാനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയും പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അൻവർ ഇനിയും തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.